ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ അദ്വൈതാമൃതം സീരീസിലേക്ക് ഇന്ന് 15ാമത്തെ ദിവസം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികൾ ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും ഞാൻ സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നു. പ്രണാമം സ്വാമിജി. നമസ്തേ. നമുക്ക് ഇന്ന് ഗുരുസ്തുതിയും ദൈവദശകവും. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നേ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും. നീ സത്യം ജ്ഞാനാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയോർക്കിൽ നീ അകവും പുറവും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ. ജയിക്കുക സിന്ധോദയ. അഴമേറും നിന്മഹസാം അഴിയിലെ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. അപ്പൊ നമുക്കിനി ആത്മോപദേശ ശതകം പഠനം. അതിനായി ഞാൻ ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളെ ക്ഷണിച്ചു കൊള്ളുന്നു. ഹരി ഓം.
നമസ്തേ. ഓം യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാം സഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഓം ഗുരുഭ്യോ നമഃ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 23-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുന്നത്. അപ്പോ ശ്ലോകം നമുക്കൊന്ന് വായിക്കാം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഇവിടെ ഓരോ ശ്ലോകത്തിലൂടെയും ഓരോരുത്തരിലും കുടികൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ വീണ്ടും വീണ്ടും ഗുരു തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം. അപ്പൊ നമ്മളുടെ സാധാരണ ജീവിതത്തിലുള്ള കർമ്മങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് തന്നെയാണ് ഗുരു സൂചിപ്പിക്കുന്നത്. മഹർഷിമാരെപ്പോഴും അവര് നമ്മൾക്ക് നൽകുന്ന വിദ്യ, ആത്മവിദ്യ ആയാലും ശരി, ഏത് വിദ്യയും അവര് ഭൗതിക വിദ്യ നമുക്ക് നൽകുമ്പോഴും അതിൻ്റെ ഒരു അന്തർധാരയായി ഈ ചൈതന്യം എല്ലാവരിലും ഒരേപോലെ തന്നെയാണ് കുടികൊള്ളുന്നത് എന്നുള്ള അവബോധത്തെ നിലനിർത്തുന്ന രീതിയിൽ അവര് അവതരിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ ഗുരു പറയാണ്, അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടും. ഇപ്പൊ അപരൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരാളാണ്, നമ്മുടെ സ്വന്തമല്ലാത്ത ഒരാളാണ്. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം, രാപകലില്ലാതെ, അഹർനിശം രാപകൽ പ്രയത്നിക്കുന്നു. കൃപണത വിട്ട്, ഒട്ടും കൃപണത ഇല്ലാതെ, സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്നവനാണ് കൃപാലു. അപ്പോ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരാൾ കൃപാലു ആകുന്നത് എന്നുകൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ കൃപാലുവെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഹൃദയത്തിലും ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള ബോധ്യം കൃപാലുവിനുണ്ട്. പക്ഷെ ആ അറിവില്ലാത്തത് കൊണ്ടാണ് അപരൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ അവന് വേണ്ടി ദിവസവും പ്രയത്നം ചെയ്യുന്നത് കൃപാലു. അപ്പൊ യാതൊരുവിധ കൃപണത ഇല്ലാതെ, സ്വാർത്ഥതയില്ലാതെ ചെയ്യുകയാണ് ഇവിടെ. നേരെ മറിച്ച് കൃപണനോ, അതായത് സ്വാർത്ഥമതിയായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അധോമുഖനായി കിടന്ന് ചെയ്യും. നേരെ തലതിരിച്ച്. അതെന്താണ്? അപജയകർമ്മം. അതൊരിക്കലും ജയിക്കാൻ പോകുന്നില്ല, വിജയം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? അവൻ ചെയ്യുന്ന കർമ്മം അവന് വേണ്ടി മാത്രമാണ്, എനിക്ക് വേണ്ടി മാത്രം.
അപ്പൊ അത്രമാത്രം സ്വാർത്ഥത അവനിൽ കുടികൊണ്ടിരിക്കുകയാണ്. അതായത് അറിവില്ലായ്മ കൊണ്ട് അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഏത് ഗുണത്തിൽപ്പെട്ടതാണ് ഞാൻ എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലെ വ്യക്തികളും ഇവരെയൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ അപചയ കർമ്മമാണ് 99% ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൃപണൻ, ഓരോരുത്തരും കൃപണന്മാരാണ്, സ്വാർത്ഥന്മാരാണ്. അവന്റെ കാര്യം മാത്രം, എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളെല്ലാം ഇപ്പൊ വന്നു നിൽക്കുന്നത്. കാരണം അത്രമാത്രം ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ട്, ഭൗതികമായിട്ടുള്ള സംസ്കാരം കൊണ്ട് നമ്മളിൽ അനുനിമിഷം ഈ സ്വാർത്ഥത പരന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത്രമാത്രം ആഴത്തിൽ അത് പതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവനവന്റെ മനസ്സിനെ അവനവന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൃപാലു ആകാത്തതിന്റെ കാരണം എന്താണ്? കൃപണനായിട്ട് എന്തുകൊണ്ട് നമ്മളോട് ജീവിക്കുന്നു? നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ബന്ധുക്കൾ, ഇങ്ങനെ തുടങ്ങി ആരെയും നമ്മൾ നോക്കുമ്പോൾ അവരാരും തന്നെ നമ്മൾക്ക് ഒരു കൃപാലുവാകാൻ വേണ്ടിയിട്ടുള്ള മാതൃകയോടുകൂടി ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾ കണ്ടുപഠിക്കുന്നതോ ഇപ്പൊ നമ്മളുടെ മൊബൈൽ സംസ്കാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഈ മൊബൈൽ നെറ്റ്വർക്കിലൂടെ ഉള്ള ജീവിതമാണ്. അപ്പോ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അവന്റെ ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ അവളുടെ ആഗ്രഹ പൂർത്തീകരണം. അപ്പോ എത്രമാത്രം ആഴത്തിൽ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വാർത്ഥത നമ്മൾ ഓരോരുത്തരും മാറ്റിയാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഓരോരുത്തർക്കും ഈ രീതിയിലേക്ക് മാറി നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ശ്രമിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് പരമാവധി അവർക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് എന്ന് ഇരിക്കലും പലപ്പോഴും അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. അവിടെ അങ്ങനെ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സനാതനമായിട്ടുള്ള മഹർഷിമാരുടെ ഈ അറിവ് ആ രീതിയിൽ നമ്മൾ സ്വാംശീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. 99% മഹർഷിമാരുടെ വാക്കുകളിലൂടെ വരുന്ന അറിവുകൾ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ദഹിപ്പിക്കാതെ നമ്മൾ വിഴുങ്ങുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ അപചയ കർമ്മം ചെയ്യാൻ തോന്നുന്നത്. കൃപണനായിട്ട് അപചയ കർമ്മം ചെയ്യാൻ തോന്നുന്നത്.
അപ്പൊ അതിന് നമുക്ക് മാറ്റം ഉണ്ടാക്കി എടുത്തേ പറ്റൂ. ഒറ്റയടിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിരന്തരമായിട്ടുള്ള നമ്മുടെ സാധനയിലൂടെ, നമ്മുടെ ജപത്തിലൂടെ, ധ്യാനത്തിലൂടെ, അതുപോലെ തന്നെ ഫ്രീ സർവീസിലൂടെ ഒക്കെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധമാക്കി വെക്കുവാനായിട്ട് സാധിക്കണം. അതിനുള്ള പ്രാക്ടീസാണ് നമ്മുടെ ഈ ഉപാസനയും അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങളും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ കാണാതെ പോകുമ്പോഴാണ് ഇവിടെ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവരവർക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ അതൊരു മായയുടെ ഭയങ്കരമായിട്ടുള്ള സ്വാധീനം കൊണ്ടാണ് അത്രമാത്രം. കാരണം ഈ ജന്മം മാത്രമല്ല, എത്രയോ ജന്മങ്ങളിലൂടെ ഇതിങ്ങനെ പരമ്പരയായിട്ട് വരികയാണ്, പകർന്നു വരികയാണ്. അപ്പോ ഈ ഒരു ശരിയായ രീതിയിലുള്ള ഒരു വിശകലനം നമ്മളിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൃപാലു ആയിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ്. അപ്പൊ അതിന് ഗുരുവിന്റെ ജീവിതം എടുത്ത് നമ്മൾ നോക്കുമ്പോഴും നമുക്കറിയാം, ഗുരു അപരന് വേണ്ടിയായിട്ടായിരുന്നു അഹർനിശം പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനു മുൻപ് ആ പ്രയത്നിക്കുവാനുള്ള ശക്തി സംഭരിച്ചത് എവിടെ നിന്നാണ്? ഈ അതിഗഹനമായ ധ്യാനത്തിലൂടെ, മൗനത്തിലൂടെ, മനനത്തിലൂടെ, നിധിധ്യാസനത്തിലൂടെ. പക്ഷേ ഈ ഒരു തലത്തെ നമ്മൾ വേണ്ടത്ര രീതിയിൽ കെയർ ചെയ്യാതെ, ശ്രദ്ധിക്കാതെ പോകുമ്പോഴോ നമുക്ക് ഈ കൃപാലു എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴോ നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. അതേപോലെ നമ്മുടെ ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടും. അപ്പോ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടുന്ന ഒരു ശ്ലോകമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല, ഓരോ സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും ഉൾപ്പെടെ ഈ ശ്ലോകത്തെ ബൈഹാർട്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണം. സാമാന്യമായിട്ടുള്ള അർത്ഥം നമ്മൾ പറഞ്ഞു തരുമ്പോഴും അതിൻ്റെ സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമ്മുടെ സ്വാർത്ഥതകളെല്ലാം അസ്തമിച്ച് നമ്മുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടായി നമ്മൾ കൃതകൃത്യരായിട്ട് ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ആ തലത്തിലേക്ക് എന്ത് ചെയ്യണം? ഓരോരുത്തരും പ്രയത്നിക്കണമെന്നുള്ളതാണ് ഗുരുവിന്റെ സ്നേഹപൂർവമായിട്ടുള്ള ഉപദേശം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപചയ കർമ്മം അവന് വേണ്ടി മാത്രം. ഇപ്പൊ വളരെ ഭംഗിയായിട്ടാണ് ഗുരുദേവൻ ആ ശ്ലോകത്തിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ മാതൃകാപരമായിട്ടിരിക്കുന്ന ലീഡേഴ്സ് ഉൾപ്പെടെ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ അവരുടെ മാനസികാവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയാണ്. കൃത്യമായിട്ട്, സംശയത്തിന് അതീതമായിട്ട് ഗുരു പറഞ്ഞു തരികയാണ്. പിന്നെയോ അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഏതാണ്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളിൽ ആളുകൾ കൂടുതൽ കേട്ടിട്ടുള്ള അതിൽ ഒരു ശ്ലോകത്തിന്റെ പകുതിയാണ്. അപ്പൊ എന്താണ് അതിനകത്ത് പറയുന്നത്? അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ, അവനിയിൽ, അവൻ ഈ ഭൂമിയിലാണ്, ഈ ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യർ,
അതാണ്. അപ്പൊ അവരെല്ലാം അവനെന്നും ഇവനെന്നും ഒക്കെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഓർത്തു നോക്കിയാൽ എന്താണ്, ആദിമമായ ഒരു ആത്മരൂപത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. അപ്പോ ആദിമമായൊരു ആത്മരൂപത്തെ ശരിയായ രീതിയിൽ തിരിച്ചറിയാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അവന്റെ സഞ്ചാരം ആ രീതിയിലേക്ക് പോയത്. പിന്നെയോ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ. അപ്പൊ അവനവന്റെ ഓരോരുത്തരുടെയും സുഖത്തിന്, ആത്മസുഖത്തിന് ആചരിക്കുന്നവ എന്ത് ചെയ്യണം? അവരന് സുഖത്തിനായി വരണം. അപ്പൊ ഗുരു ഇവിടെ ശാസ്ത്രീയമായിട്ട് സൂചിപ്പിക്കുകയാണ്, അവനവൻ സുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറയുമ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണമെങ്കിൽ മുൻപ് സൂചിപ്പിച്ച ആ ശ്ലോകത്തിലെ അർത്ഥം നമ്മൾ ശരിയായ രീതിയിൽ സ്വാംശീകരിക്കണം. അതിൽ പറയുകയാണ്, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ, ഈ ലോകത്തിൽ തീർച്ചയായിട്ടും ആദിമമായിട്ടുള്ളൊരു ആത്മരൂപത്തെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ ആണ് ഇവിടെ ആദിമമായിട്ടുള്ള ആത്മരൂപമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവരിൽ ഓരോരുത്തരിലും അവൻ എന്ന് പറയുന്നതും ഇവൻ എന്ന് പറയുന്നതും ഒക്കെ ഓർത്ത് നോക്കുക. അവനിൽ ആദിമമായൊരു ആത്മരൂപം എങ്ങനെയാണ്? ഞാൻ എന്ന് ഭാവിച്ചുകൊണ്ട് നമ്മൾ ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ നമ്മൾ അറിയുന്നതാണ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഞാൻ. പക്ഷേ ഈ എന്നെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അവബോധം, അറിവ് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാണ്, വേറെ എങ്ങുമല്ല. അപ്പോ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു അറിവ്, അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു അറിവ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഉദാഹരണമാണ് ഗുരു എടുത്തു കാണിക്കുന്നത്, അല്ലേ? അപ്പോ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ. അപ്പോ ഓരോരുത്തരുടെയും സുഖത്തിന് അനുയോജ്യമായി, അതിന് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവർക്കും സംഭവിക്കണം എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും അത് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് ഇത്രമാത്രം അധപ്പതിച്ച് പോകുന്നത്. അനുനിമിഷം നമ്മൾ ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഈ ശാസ്ത്രത്തെ അനുസരിക്കുന്നവരുണ്ടായിട്ടും അവർക്ക് മനസ്സ് എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നറിയില്ല. അപ്പോ മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ മനസ്സിന്റെ ആ ഒരു സൂക്ഷ്മ തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് നമ്മുടെ സാധന വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിൽക്കുകയാണ്. അവിടെ ഈ അറിവ് ഒരു ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മുടെ 4 മാർഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഈ അറിവിനെ കുറിച്ച്. പക്ഷെ ഇത്രയൊക്കെ നമ്മളിത് നമ്മുടെ മഹർഷിമാര് സ്നേഹത്തോടു കൂടി ഇത് പറയുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഈ അറിവിനെ കൃത്യമായ രീതിയിലേക്ക്, നമ്മുടെ അടിത്തട്ടിലേക്ക്, നമ്മുടെ വാസനകളുടെ ആ ലോകത്തിലേക്ക് ഈ അറിവിനെ എത്തിച്ച് അതിനെ എരിച്ചു കളയുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു?
അപ്പോ അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഗുരുവിന്റെ അന്ന് തുടങ്ങിയുള്ള പ്രവർത്തനം വളരെ അധികം കൃത്യതയോടുകൂടി ദിശാബോധത്തോടു കൂടി തന്നെയാണ് ഈ മാനവരാശിയെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് ഗുരു അരിയുപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുകയും അതിനോടനുബന്ധിച്ച് അറിവിന്റെ അനന്തമായിട്ടുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. പക്ഷെ കാലം ഇത്ര കഴിഞ്ഞിട്ടും 137 വർഷമായിട്ടും ഗുരുവിന്റെ ഈ വാണികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാനായിട്ട് ഈ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യർ, ആ പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, അവർക്കൊന്നും ഈ ആശയത്തെ, ഈ ദർശനത്തെ സ്വാംശീകരിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അറിവ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കാതെ നിൽക്കുന്നത്? അതിനും ഗുരു കൃത്യമായിട്ട് പറയുന്നുണ്ട്. തമോ ഗുണവും രജോ ഗുണവും മുന്നിട്ട് നിൽക്കുമ്പോൾ സാത്വികമായിട്ടുള്ള പ്രകൃതിക്ക് കുറച്ച് ക്ഷീണമൊക്കെ സംഭവിക്കും. അപ്പോ മദ്യവും മാംസവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ബുദ്ധി വികലമായി പോവുകയാണ്. അങ്ങനെ വികലമാകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ അവനിവൻ എന്ന് അറിയുന്നത് എന്ന് ഗുരു പറയാം. അപ്പൊ ഇവിടെ ഭേദബുദ്ധി ഉണ്ടാകുന്നത് ഞാൻ വേറെയാണ്, നീ വേറെയാണ്, അവൻ വേറെയാണ്, അല്ലെങ്കിൽ അവൾ വേറെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുന്നത് കൊണ്ടാണ്. അപ്പോ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഈ ചൈതന്യമാണ് എന്നുള്ള അറിവിലേക്ക് ഉണരുവാൻ, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് ഉണർത്തുവാൻ വേണ്ടി ഗുരു ശ്രമിക്കുന്നത്. അപ്പോ ഇത്രയും ആഴത്തിലാണ് ഇതിന്റെ അർത്ഥം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ സ്റ്റേജുകളിലൊക്കെ വന്നിട്ട് നേതാക്കന്മാര് അതിഭയങ്കരമായ രീതിയിൽ ഗുരുവിന്റെ കൃതികളൊക്കെ കോട്ട് ചെയ്യും. പക്ഷേ ഇതെല്ലാം കോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹം, ഈ രാജ്യം ഒക്കെ ഇപ്പോഴും കഥയറിയാതെ ആട്ടം കാണുന്നവരാണ്. അപ്പോ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതികഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്തേ പറ്റൂ. അപ്പോ ആ പരിശ്രമത്തിലൂടെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകളെ നമ്മൾക്ക് എരിച്ചു കളയുവാനായിട്ട് സാധിക്കണം. അങ്ങനെ എരിച്ചു കളയുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ അറിവ് നമ്മളിൽ പ്രകാശിക്കുന്നത്. ഒരിക്കലും നശിക്കാത്ത ഒരറിവാണ്. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഗുരുവിന്റെ ഈ ഓർമ്മപ്പെടുത്തലിൽ നമ്മൾക്ക് ഇരിക്കാം. തന്നെയല്ല നമുക്ക് അതിനെ വിശകലനം ചെയ്യാം. നമുക്ക് എവിടേക്കാണ് നമ്മുടെ പാളിച്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ നമ്മൾ വേർതിരിച്ചിരിക്കുന്ന അതിർവരമ്പുകളെല്ലാം നമുക്ക് ഇല്ലാതാക്കി, ഇത് അറിവ് ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കി നമുക്ക് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ മനുഷ്യജന്മം അർത്ഥവത്താകുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പലതിലും പെട്ട് പുനരഭിജനനം, പുനരഭിമരണം ആ അവസ്ഥയിൽ കിടക്കും. നമ്മുടെ ഉപനിഷത്തിലെ മഹർഷിമാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് ഈ ജനിമൃതി ചക്രത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ കടക്കണം. ഇതിനകത്ത് കിടക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, തെളിച്ചം ഇല്ലാതെ വരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പൂരം കാണണമെങ്കിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരമൊക്കെ കാണണമെങ്കിൽ നമ്മൾ പൂരത്തിന് വെളിയിൽ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് പോയി നിന്നാൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഈ പ്രപഞ്ചത്തെ, ഈ നടക്കുന്ന വിക്രിയകളെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ മാറി നിൽക്കണം.
ഈ പൂരപ്പറമ്പിൽ നിന്ന് വെളിയിൽ മാറി നിൽക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിപ്പെടുവാൻ ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെയോ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, ഒരുവന് നല്ലത് അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. അപ്പോ ഒരുവന് നല്ലത് അന്യന് അല്ലൽ ചേർപ്പൊരു തൊഴിൽ, ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന പ്രവൃത്തികൾ എന്താണത്? ആത്മവിരോധിയാണ്. അത് ആത്മാവിന്, ആത്മതത്വത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്ത് ചെയ്യണം? ഓർത്തിടേണം. അത് ഓർക്കണം, മറന്നുപോകരുത്. പിന്നെയോ പരന് പരം പരിതാപമേകിടുന്നവർ എരി നരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. അപ്പൊ പരൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള വേറെ ഉള്ള ഒരാളാണ്. പരംപരിതാപം, അന്യന് അങ്ങനെ വലിയ പരിതാപം, ദുഃഖമാണ് ഉണ്ടാക്കിക്കൊടി ഏകിടുന്നോർ, അങ്ങനെ ആണ് ചെയ്തു കൊടുക്കുന്നതെങ്കിലോ എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. അപ്പോ അങ്ങനെയുള്ള ആ വ്യക്തികൾ അന്യന് ദുഃഖമുണ്ടാക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകക്കടലിൽ വീണ് കത്തിപ്പോകുന്നു എന്നാ പറയുന്നു. എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. ആരാണ്? ഈ പരന് പരം പരിതാപമേകിടുന്നവര്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വളരെ ലളിതമായിട്ടുള്ള കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവനെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്ത? അത് എവിടെ നിന്ന് കിട്ടി? ഇപ്പൊ നമുക്ക് പറയാം, നമ്മുടെ വാസനകൾ, എത്രയോ ആയിരക്കണക്കിന് വാസനകൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ സ്ഥൂല ശരീരം മാത്രമേ നമുക്കിവിടെ കളയാൻ പറ്റുന്നുള്ളൂ. മറ്റത് സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ടുള്ള ആ ശരീരം ഈ ജീവൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾക്ക് അതിനെ തിരിച്ചറിയുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. പക്ഷേ കൃത്യമായിട്ട് ഒരു മാർഗനിർദ്ദേശം നമുക്ക് അനിവാര്യമാണ്. അപ്പോ ഈ ഒരാൾക്ക് നല്ലത്, മറ്റൊരാൾക്ക് ദുഃഖം, ഇത് ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? ഇതിനെ പരസ്പരം ചേർപ്പൊരു തൊഴിൽ, ഇത് ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രവൃത്തികളുണ്ട്. അതെന്ത് പറയുന്നു? ആത്മവിരോധിയാണ്. ആത്മാവിന് വിരോധമുള്ളത്, അതായത് ഈ നമ്മൾ പഠിക്കുന്ന ബ്രഹ്മവിദ്യക്ക് അത് സ്വീകാര്യമല്ല. കാരണം ഇത് എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ്, പരബ്രഹ്മ സ്വരൂപമാണ്. പക്ഷേ എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് പരമാവധി മറ്റൊരാൾക്ക് ദുഃഖമുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് പഠിക്കണം. ഇപ്പൊ ചിലരോട് നമ്മൾ ഒരു അറിഞ്ഞുകൂടാത്ത സ്ഥലത്തേക്കുള്ളൊരു വഴി ചോദിച്ചാൽ എന്ത് ചെയ്യും? കുരുട്ടു ബുദ്ധിയുള്ള ആളുകൾ അവര് അതിനെ വേറെ തെറ്റായ വഴി പറഞ്ഞു കൊടുത്താണ്. അങ്ങനെ വരുമ്പോഴോ ആ വ്യക്തി ഇവരെ വിശ്വസിച്ചാണ് പോകുന്നതെങ്കിൽ വഴി തെറ്റിപ്പോകും, എത്തേണ്ടിടത്ത് എത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഈ ലോകത്തുള്ള യാത്ര എന്ന് പറയുന്നത്, അതും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിയായ രീതിയിലുള്ള അറിവ് ഇല്ലാത്തവരും അറിവുണ്ടെന്ന് നടിച്ചിട്ട് ഈ ആളുകളെ അവരെ പിന്തുടരാനായിട്ട് പ്രേരിപ്പിക്കും. അതും ഈ എരിനരകാബ്ദിയിലാണ്. പലപ്പോഴും
അതിൻ്റെ ഗൗരവം നമ്മൾ കാണുന്നില്ല എന്നുള്ള ഈ രീതിയിലുള്ള പാപകർമ്മങ്ങൾ, എരിനരകാബ്ദി, നമ്മളുടെ ഈ സംസാര സമുദ്രം, അതിൽ നിന്നാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ നരകാബ്ദി എന്ന് പറയുന്ന കൊടുക്കുന്നത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരക കടൽ. ഇപ്പൊ നമുക്ക് കടലിനെ നമുക്കറിയാം, തിരകൾ ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടേയിരിക്കും, അതിനകത്ത് വരുന്ന പൊരുളുകളെയും ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. ആഴക്കടലിൽ വളരെ നിശബ്ദമാണ് താൻ, അവിടെ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ കാഠിന്യം, അതിന്റെ ഡെപ്ത് എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയില്ല. അപ്പോ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള, പ്രത്യേകിച്ച് നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത തലത്തിലേക്ക് ആരെയും ഡയറക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള. ഒരുപക്ഷെ നമ്മളുടെ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് ഉണ്ടായിട്ട് നമ്മുടെ ഈ മായയുടെ അതിപ്രസരം കൊണ്ട് നമ്മൾ അതിനകത്ത് മയങ്ങി പോകുന്ന ഒരു ആളുകളുടെ കൂട്ടമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പോ ഇതെല്ലാം നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നിഷ്പക്ഷമായിട്ട് ഇതിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് പറ്റണം. പക്ഷേ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തില് ഈ വിദ്യക്ക് പ്രാധാന്യം കൊടുക്കുന്നുമില്ല. തന്നെയുമല്ല, അവര് പറയും ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ആത്മോപദേശ ശതകത്തിലോ പറയുന്ന ഈ നരകാബ്ദി, എരിനരകാബ്ദി എന്ന് പറയുന്നതൊക്കെ വെറും തോന്നലാണ് എന്ന് പറയാം. ശരിയാണ്, ഇവിടെ എല്ലാം തോന്നലുകൾ മാത്രമാണ്. ആ തോന്നലിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അങ്ങനെ സ്വയമായിട്ടത് കണ്ടെത്തിയ ഉറപ്പുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നും നമ്മളുടേതൊട്ട് അല്ലാതാൻ. അപ്പൊ നമ്മളുടേതല്ലാത്ത ഒന്നിനെ നമ്മൾ എന്തിനാണ് ഇത്രമാത്രം റിസ്ക് എടുത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അവിടെയൊക്കെ ഈ മനുഷ്യന്റെ സ്വാർത്ഥത അതിങ്ങനെ എത്രയോ പരമ്പരയായിട്ട് വരികയാണ്. അത് സഞ്ചിത കർമ്മത്തിലും അതേപോലെ ആഗാമി കർമ്മത്തിലേക്കും അതിങ്ങനെ കിടക്കുക. പിന്നെ പ്രാരബ്ധമാണെങ്കിലോ അത് ഒരു തലക്കിലൂടെ നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ മറ്റുള്ള ആളുകൾക്ക് വേദനയുണ്ടാക്കുന്ന അവരുടെ മനസ്സിന്, ഒരുപക്ഷെ നമ്മൾ കൈകൊണ്ടൊരടി കൊടുത്താൽ ആ വേദന മാറുമ്പോൾ അത് തീരും. പക്ഷെ നമ്മൾ വാക്കുകൊണ്ടാണ് അടിക്കുന്നതെങ്കിലോ നമ്മുടെ മരണം വരെ അതൊരു ശാപമായി, ദോഷമായി. കാരണം ഇനിയൊരാളുടെ മനസ്സ് വേദനിച്ച് പറയുമ്പോഴാണ് സംഭവിക്കുന്നത്. അതിങ്ങനെ കിടക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ശാപം നമ്മൾ മേടിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ 99.25% ഇപ്പൊ ചെയ്തു കൂട്ടുന്ന കർമ്മത്തിന്റെ നല്ലതായാലും ശരി ചീത്തയായാലും ശരി അത് അടുത്ത ജന്മത്തേക്കാണ് മാറിപ്പോകുന്നത്. അപ്പോ യുക്തിവാദവും നമ്മുടെ ബുദ്ധിയും ഒക്കെ അതിന് ചിലപ്പോൾ അനുകൂലമായിരിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുക്കന്മാർ പറയുന്നത് 100% അത് സത്യമാണ് എന്നുള്ള ബുദ്ധിയോടുകൂടി നമ്മൾ കാണുന്നത്. ഇപ്പൊ സത്യബുദ്ധി, ശ്രദ്ധ എന്നൊക്കെ പറയും. ആ ശ്രദ്ധ ആർക്കാണോ ഉള്ളത് അവർക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ
സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഒരുവന് നല്ലത് മറ്റൊരാൾക്ക് അല്ലൽ, ചേർപ്പ്, ഇതിന് രണ്ടിനെയും ചേർത്ത് വെക്കുന്ന തൊഴിൽ എന്താണ്? അത് ചേർത്ത് വെക്കാൻ പറ്റാത്തതിനെ തമ്മിൽ ചേർക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിരോധാഭാസമാണ്. അതേപോലെ തന്നെയാണ് പരംപരിതാപമേകിടുന്നവർ. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ നരകം, അല്ലെ? അപ്പൊ നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിക്കുന്നത് ആരാണ്? വെളിയിലുള്ള ഒരു ദൈവമല്ല. കാരണം ഇവിടെ പ്രത്യേകിച്ച് അത് ആത്മാവിനെ കുറിച്ചുള്ള ഉപദേശമായതുകൊണ്ട് ആത്മോപദേശ ശതകം, അതിനകത്ത് ശുദ്ധമായിട്ടുള്ള ആത്മാവിനെ കൂടുതൽ ഈ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നത് ഈ ശ്രദ്ധയുടെ അഭാവമാണ്. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള സത്യബുദ്ധി. അപ്പോ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതി. നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടും വിരക്തഭാവം. വൈരാഗ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയോടുള്ള വിരോധമല്ല, വൈരാഗ്യമല്ല, മറിച്ച് ഈ ഭൗതികമായിട്ടുള്ള നമുക്ക് ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ കാണാനും കേൾക്കാനും കഴിയുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒന്നാണ്. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ്. അപ്പൊ അത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആത്മവിരോധിയായിട്ടുള്ള, ഇതിന് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകൾ ഇത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾക്ക് മാറാൻ പറ്റണം. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എല്ലാം കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത്, പറയുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷെ അറിവുള്ള ചില ആളുകൾ നമ്മളോട് സൂചിപ്പിക്കും ഇത് ശരിയല്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഈഗോ വെച്ച് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടുന്നത്, മറിച്ച് അതിനെ നമ്മുടെ വിവേകത്തോടു കൂടി നമ്മൾ വിശകലനം ചെയ്തിട്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അപ്പൊ മഹർഷിമാരത് പണ്ട് തുടങ്ങിയും പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അത് സത്യസന്ധമാണ് എങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടി പറയുന്നത് ശ്രദ്ധിക്കണം, അത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഗുരു വളരെ സ്നേഹത്തോടു കൂടിയാണ് നമുക്ക് ഓരോ ഉപദേശങ്ങൾ നൽകുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നന്മയെ കരുതി. നമ്മൾ ഈ മായയിൽപ്പെട്ട് പകച്ചിരിക്കുകയാണ്. ഈ മായയുടെ അതിബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം കൊണ്ട് ഉള്ളതും കൂടി ആളുകൾക്ക് നഷ്ടപ്പെടാനും ഈ പ്രലോഭനങ്ങളിലൊക്കെ പെട്ട് ഇങ്ങനെ പോകാം. ചിലർക്ക് ചില പൊരുളുകൾ വാങ്ങിക്കുന്നതിലായിരിക്കാം. പല രീതിയിലാണ്. നമ്മുടെ ഉപനിഷത്തൊക്കെ എഴുതുന്ന കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിലൂടെ നമുക്ക് ഇത് പഠിക്കാമെന്ന് യാതൊരു ഇതുമില്ലായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള ലോകത്തെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഏത് ഇതിലൂടെ എന്നുള്ളതല്ല, നമ്മൾക്ക് അത് ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് ഗുരു അരിയപ്പുറത്ത് ലോക ജനതയ്ക്ക് വേണ്ടി എഴുതി വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ സൂക്ഷ്മമായിട്ടുള്ള തലം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പൊ ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നതും ഈ പറഞ്ഞ പോലെയാണ്. നമ്മളിൽ ഈ തമോ ഗുണത്തിന്റെ ആധിക്യം അത് നമ്മളെ വഴിവിട്ട് ഇത് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നിൻ്റെയും ഒരു കുറവില്ല. പക്ഷെ ഈ ആത്മവിദ്യ ഗ്രഹിക്കാൻ വേണ്ടുന്ന മനസ്സിന്റെ ഒരു സാവകാശം, അതൊരു പക്ഷേ എല്ലാവർക്കും
സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നറിയാം. പക്ഷേ നമ്മൾ കൃത്യമായി നമ്മളുടെ ഈ ജന്മത്ത് തന്നെ നമുക്ക് ഈ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തില് ഗുരുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാർ എപ്പോഴും ഭദ്രം, നല്ലത് മാത്രമേ നമ്മൾക്ക് കാട്ടിത്തരികയുള്ളൂ. അപ്പോൾ നല്ലത് മാത്രമാണ് നമ്മൾ കേൾക്കേണ്ടത്. അപ്പോ അങ്ങനെ നല്ലത് കാട്ടിത്തരുന്ന, നല്ലത് മാത്രം പറയുന്ന ആ ഗുരുക്കന്മാരുടെ വാക്കുകളിൽ, വാണികളിൽ നമ്മൾക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ടാകണം എന്നുകൂടിയാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്. അപ്പോ ഒരുവന് അല്ലൽ, ഒരുവന് നല്ലത്, അന്യന് അല്ലൽ ചേർപ്പ്, ഒരു തൊഴിൽ ആത്മവിരോധി എന്നുള്ളത് ഓർത്തിടേണം. പരന് പരം പരിതാപമേകിടുന്നോർ നരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. അപ്പൊ അങ്ങനെ വീണ് എരിഞ്ഞു പോകാതെ ഏറ്റവും പരമപവിത്രമായിട്ടുള്ളതാണ് ഈ മനുഷ്യജന്മം നമ്മൾക്കിപ്പോ ലഭിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾക്ക് ഏറ്റവും നല്ല ഗുരുക്കന്മാരെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു കാര്യം വിടാതെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപഴകുമ്പോഴും ഇതിന് യാതൊരു കുറവും വരാതെ, ഇതിനകത്തുള്ള ശ്രദ്ധ ഒട്ടും കുറയാതെ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനിയോ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോഴോ, അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു, അവനിവനെന്നതിനാൽ അവൻ നനയ്ക്കുന്നു അവശതയാം അവിവേകം ഒന്നിനാലെ. അപ്പോ ഇവിടെ അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന് ഓരോ അവയവങ്ങളെയും അമർത്തി, അതായത് ഓരോന്നിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നിർത്തി കൊണ്ടുപോകുന്ന, അതിനെ ആണിയായിട്ട്, അതിന്റെ എല്ലാത്തിനും കേന്ദ്ര ബിന്ദുവായിട്ട്, ഇത് ഇളകിപ്പോകാതെ അല്ലെങ്കിൽ വിട്ടുപോകാതെ നിന്നുകൊണ്ട് അവയവി എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ശരീരത്തോട് കൂടിയവനാണ് എന്ന ഭാവം. അപ്പോ ശരിക്കും താൻ ഈ അവയവത്തോട് കൂടിയതല്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിന് ആണിയായിട്ട് നിൽക്കുന്നത് ആ ചൈതന്യമാണ്. പക്ഷെ ആ ചൈതന്യം ഇങ്ങനെയാണ് എന്ന് ധരിച്ചു പോവുകയാണ്. എന്ത് ചെയ്യുന്നു? ആവിയെ ആവരിച്ചിടുന്നു എന്നുള്ള ചിന്തയോടുകൂടി. ആവി എന്ന് പറയുന്നത് ആത്മാവാണ്, തമിഴ് വാക്കാണ്. ആവരിച്ചിടുന്നു, ഈ ആത്മാവിനെ അത് പൊതിഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവശതയാം അവിവേകം, ഈ അവശത, അതായത് അതിന് വശപ്പെടാതിരിക്കുക, അത് നമുക്ക് സാധിക്കാതെ വരിക. അവിവേകം അത് അറിവില്ലായ്മ കൊണ്ടാണ്. ഈ അവിവേകം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നിനാലേ അവൻ ഇവൻ എന്ന് നനയ്ക്കുന്നു, അവൻ വേറെയാണ് ഇവൻ വേറെയാണ് എന്ന് ആ അവിവേകി നനയ്ക്കുന്നു. അവൻ അത് അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെയൊക്കെ ആണിക്കല്ലായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് ഈ പരമ്പൊരുളാണ്. പക്ഷെ ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ ഞാൻ വ്യത്യസ്തനാണ്, നമ്മളെ ഇതിന്റെ ഈ സൂത്രയും മണികണ ഇവ എന്നൊക്കെ പറഞ്ഞ് ഗീതയിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഈ മുത്തുകളെ എല്ലാം കോർത്തിണക്കി കൊണ്ടുപോകുന്ന ആ നൂലുണ്ട്, ആ സൂത്രം, അത് പൊട്ടിക്കഴിഞ്ഞതെല്ലാം പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഈ ശരീരം, ഈ ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ, ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഈ മായ കൊണ്ട് അത് പൊതിഞ്ഞു. അവിവേകം എന്ന് പറയുന്നത് മായ തന്നെയാണ്.
ഈ അവിവേകമുള്ളത് കൊണ്ട് നമുക്ക് അത് തിരിച്ചറിയാൻ, തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നു. അങ്ങനെ തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴോ അവനെന്നും ഇവനെന്നും, അല്ലെ? അവശത ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ ഇവൻ എന്നൊക്കെ, അവൻ ഇവൻ എന്ന് അതിനാലെ അവൻ നനിക്കുന്നു. അവൻ അവസാനം പറയുന്ന അവൻ എന്ന് പറയുന്ന ആരാണ്? അറിവില്ലായ്മയുള്ളവരാണ്. അത് അറിവില്ലായ്മ മാത്രം കൈമുതലായിട്ടുള്ള ഒരു വ്യക്തി. അജ്ഞാനം അല്ലെങ്കിൽ മായയുടെ സ്വാധീനം അത്രമാത്രം ശക്തമായിട്ട് നിൽക്കുന്ന ആരെയാണോ അത് ബാധിച്ചിരിക്കുന്നത്. ശരിക്കുള്ള ബാധ അതാണ്. പക്ഷെ നമ്മൾ അല്ലാതെ കുറെ ബാധകൾ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കുള്ള ബാധ എന്താണ്? ഈ അറിവില്ലായ്മ, അജ്ഞാനം, മായ, ഇതുകൊണ്ടാണ് അവനെന്നും ഇവനെന്നും ഒക്കെ നമ്മൾ നിൽക്കുന്നത്. ഇതെല്ലാം വ്യത്യസ്തമാണ്, തന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള ഭാവം ഉണ്ടാകുകയാണ്. ആ ഒരൊറ്റ അവിവേകം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ബ്രഹ്മവിദ്യ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടും ഈ അവിദ്യ ഇവിടെ അതിശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ ഇപ്പോഴും ഇത്രയും വിദ്യാസമ്പന്നരായിട്ടും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതും അതിന്റെ കാരണം ഇതാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഗുരു ഒരിക്കൽ ഈ ഗാന്ധിജി ആയിട്ടുള്ള സംഭാഷണത്തിൽ ഇപ്പൊ 100ാമത്തെ വർഷമാണ്. ഗാന്ധിജി ശിവഗിരിയിൽ വരികയും ഈ ജാതിയുടെ ഇതിനെ കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് സംഭാഷണമൊക്കെ ചെയ്തു. അപ്പോ ഗുരുദേവൻ ഗാന്ധിജിയോട് പറയായിരുന്നു, ഈ ജാതിയുടെ രൂഢമൂലത ഓർത്താൽ മഹാത്മജി ഒന്നുകൂടി ജനിക്കേണ്ടി വരും. കാരണം ഈ തെറ്റിദ്ധാരണ മാറ്റാൻ അത്രമാത്രം ആഴത്തിലായിരുന്നു ഗാന്ധിജിക്ക് പോലും ഈ ജാതിയുടെ ചിന്ത. നിരർത്ഥകമായിട്ടുള്ള ജാതി ചിന്തയാണ്. അപ്പം ഉപനിഷത്ത് എന്താ പറയുന്നത്? ഗീത എന്താണ് പറയുന്നത്? ഇവിടെ അവനെന്നും ഇവനെന്നും ഒക്കെ തിരിച്ചറിയുന്നത്, അല്ലെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിവേകം കൊണ്ടാണ്, മായ കൊണ്ടാണ്. അപ്പൊ ഭഗവത്ഗീതയിലും എല്ലാ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, ഈശ്വരനാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഗീത പഠിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് വീണ്ടും ഇവിടെ മനുഷ്യനെ വേർതിരിവോടുകൂടി ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ, മതത്തിന്റെ ഒക്കെ പേരിൽ മാറ്റി നിർത്തുന്നത്? റോഡിലൂടെ നടക്കാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്നും എത്രയോ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഏതെല്ലാം കുളത്തിൽ നിന്ന് പോലും കിണറിൽ നിന്ന് പോലും വെള്ളം കോരിയെടുക്കാൻ സമ്മതിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ അതിശക്തമായ രീതിയിൽ ഇത് നിലനിൽക്കുകയാണ്. അപ്പൊ ഗുരു ഇവിടെ പറയുന്നു, ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിവേകം, അവശതയാം അവിവേകം ഒന്നിനാലെ. ഈ അവിവേകം ഒന്നുകൊണ്ട് മാത്രമാണ് അവനിങ്ങനെ തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇങ്ങനെ അതിശക്തമായിട്ടുള്ള ഉപദേശമാണ്, വാണിംഗ് ആണ് ഗുരു നമുക്ക് നൽകുന്നത്. അപ്പോ ഇതിനെല്ലാം കോർത്തിണക്കി നിർത്തുന്നത് ഈ പരമ്പൊരുളാണ് താനും. അപ്പൊ ഈ പരമ്പൊരുള് ഈ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുമ്പോഴും ഇല്ലാതിരിക്കുമ്പോഴും ഒക്കെ ഇതിന്റെ ഒരു അന്തർധാരയുടെ എപ്രകാരമാണോ ആ മുത്തുമണികളിൽ ഈ നൂല് പോകുന്നത്, അതേപോലെ ഇതിനെല്ലാത്തിനെയും കൂർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്നത് ആ പരമ്പൊരുളാണ്. അപ്പോ ഈ രീതിയിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് എപ്പോഴാണോ നമ്മൾ ഉണരുന്നത്, നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ ഉണരുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം, ശാന്തി, സുഖം അത് കിട്ടും. കാരണം ഈ വ്യത്യസ്തമായിട്ട് ഇതിനെല്ലാം ഭേദബുദ്ധിയോടുകൂടി കാണാതിരിക്കുന്ന ആ നിമിഷം തന്നെ നമ്മൾ റിയലൈസ്ഡ് ആവുകയാണ്. അതാണ് ഈ ബ്രഹ്മവിദ്യയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. ബ്രഹ്മവിദ്യ നമ്മൾ ശരിയായ രീതിയിൽ സ്വാംശീകരിക്കുമ്പോൾ, നമ്മുടെ മഹർഷിമാരെല്ലാം അങ്ങനെയാണ്. അപ്പൊ നമ്മളിൽ ഇപ്പോഴും നമുക്ക് ദുഃഖം, നമുക്ക് ടെൻഷൻ ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ഈ ഭേദചിന്തകൾ
വേർതിരിവോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണെന്ന് ഗുരു പറയാം. അപ്പോ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ഈ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, മുൻവിധികളിൽ നിന്നൊക്കെ അത് മാറ്റിയെടുക്കാം? അപ്പൊ സാക്ഷാൽ ഗാന്ധിജിക്ക് പോലും ഇത്രമാത്രം പ്രശ്നങ്ങൾ, ഗാന്ധിജി ഗീത പഠിക്കുകയും ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതുപോലെ എത്രയോ വ്യക്തികളുണ്ട്. ഉദാഹരണം വളരെ വ്യക്തമായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഇതിനെ നമ്മൾ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇത് ശക്തമാണ് ആയിരുന്നു. പക്ഷെ ഗുരുവിന്റെ ദർശനത്തിന് ശേഷം, ഗുരുവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം ആ ഗാന്ധിജിയുടെ ആ ചിന്തകൾ മാറുകയും പിന്നീടാണ് ഹരിജന പ്രസ്ഥാനമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഹരിജനം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളല്ല, ഭഗവാന്റെ മക്കൾ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മാറുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അത് അറിവിന്റെ തലത്തിലാണ് ആ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട വിചാരങ്ങളെ ഉൾപ്പെടെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിലും ഈ അറിവ് ആവശ്യമാണ്. അപ്പൊ അത്രമാത്രം രൂഢമൂലമാണ് ഈ മായ നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു വച്ചിരിക്കുന്നത്, അതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ യോഗ പ്രാക്ടീസിലൂടെയും പ്രാണായാമത്തിലൂടെയും ധ്യാനത്തിലൂടെയും സത്സംഗത്തിലൂടെയും ഒക്കെ ഈ ഉപനിഷത്തിന്റെയും ഗീതയുടെയും ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലൂടെ പഠനത്തിലൂടെയും ഒക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടുന്നത് ഈ അവിവേകമാണ്, ഈ അവിവേകത്തെയാണ്. ഈ അവിവേകത്തെ മാറ്റിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? ആത്മാവിനെ, അവനവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യജന്മം കൃതകൃത്യമാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവയവമൊക്കെയമർത്തി ആണിയായി നിന്നവയവിയാവിയാവരിച്ചിടുന്നു അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്നവശതയാം അവിവേകമൊന്നിനാലേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം സ്വാമിജി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത്. രാജലക്ഷ്മി ഒക്കെ ഹരി ഓം. ഹരിയോ, എനിക്കൊരു വരി മനസ്സിലായില്ല. 26ാമത്തെ സ്റ്റാൻസായില് അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവിയാവരിച്ചിടുന്നു. അതെനിക്ക് മനസ്സിലാകുന്നില്ല സ്പ്ലിറ്റ് ചെയ്ത്. അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി. അവയവി എന്ന് പറയുന്നത് ഞാൻ ശരീരത്തോട് കൂടിയവനാണ് എന്ന ഭാവമാണ് അവയവി. അവയവമുള്ളതാണ് അവയവി. ആവിയെ ആവരിച്ചിടുന്നു. ആവി എന്ന് പറയുന്നത് ആത്മാവാണ്. അതിനെ പൊതിഞ്ഞു നിൽക്കുന്നു. ഈ ആത്മാവിനെ പൊതിഞ്ഞാണ് നിൽക്കുന്നത്. അവയവം, അവയവി. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഈ അവയവങ്ങളെ എല്ലാം അമർത്തി ആണിയായി നിന്ന് നിലനിർത്തി കൊണ്ടുപോകുന്നു. ഇതിനെല്ലാത്തിന്റെയും ആണി, നമ്മൾ പറയില്ല, ആണി എന്ന് പറയുന്നതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന മർമ്മ കേന്ദ്രമാണ്. അത് ആത്മാവാണ്. അതുകൊണ്ടാണ് അവയവം ഒക്കെ അമർത്തി ആണിയായി നിന്ന്, ഈ അവയവങ്ങളെ എല്ലാത്തിനെയും ഒറ്റ ഇതിൽ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആണിയായി നിന്നുകൊണ്ട് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അപ്പോ അവിടെ തെറ്റിദ്ധാരണയാണ്, അവിടെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉള്ളതാണ്. ശരിക്കും ആത്മാവിന് ഇതൊന്നുമില്ല. പക്ഷെ ആ അറിവ് നമ്മള് അവിടെ അവശത കൊണ്ട്, അവിടെ അടുത്ത വരിയിൽ അത് ഗുരു പറയാണ്, അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാതിരിക്കുന്നത്? നമ്മുടെ അവിവേകം, നമ്മുടെ അറിവില്ലായ്മ, അതായത് എന്നെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. കുറച്ച് മനസ്സിലായോ? മനസ്സിലായി. ഹരിയോ.
ഹരി ഓം. ആർക്കെങ്കിലും വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ വിളിക്കാം. ഹരി ഓം. സ്വാമിജി, നിധിധ്യാസനത്തിനെ കുറിച്ച് പറഞ്ഞു. നാരായണ ഗുരു നിധിധ്യാസനം ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണെന്ന്. അപ്പൊ ഈ മെഡിറ്റേഷനും നിധിധ്യാസനം, ഇതിന്റെ എന്താണ് ധ്യാനം, ഇതിനൊക്കെ എന്താണ് വ്യത്യാസം? നിധിധ്യാസനം അതിന് നമ്മുടെ ഉപനിഷത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്വാമിജി കേൾക്കുന്നില്ല. കൃത്യമായി കേൾക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറയുന്നു തത്വമസി. അപ്പൊ തത്വമസി എന്ന് ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് കേൾക്കുമ്പോൾ അത് കേട്ടു, അത് കറക്റ്റായിട്ട് കേട്ടു തത്വമസി. പക്ഷെ അത് നീയാണ് എന്ന് പറയുമ്പോൾ അത് എന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. നീ എന്ന് പറയുന്ന എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് ഇത് ചെയ്യണം. അപ്പോ ഈ ശ്രവണം, ഈ കേട്ട കാര്യം ശരിയായ രീതിയിൽ മനനം ചെയ്യണം. അതിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഈ പരമ്പൊരുളിനെ നമ്മൾ ശരിയായ രീതിയിൽ സാക്ഷാത്കരിക്കുകയാണ്. ശരിക്കും നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ഗുരു നമ്മൾക്ക് ഉപദേശിച്ചു തന്ന ആ ഉപദേശം നമ്മുടേതാക്കി, അത് ഫസ്റ്റ് ഹാൻഡ് നോളജ് ആക്കി മാറ്റും. നമുക്ക് വേണേ റിയലൈസേഷൻ നടക്കുകയാണ് അവിടെ. അതാണ് നിധിധ്യാസനം. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ ഏത് ഗുരു നമുക്കൊരു വിദ്യ ഉപദേശിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ആത്മവിദ്യയെ കുറിച്ചാണ് അത് അവിടെ കറക്റ്റായിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. തത്വമസി എന്നുള്ള ഉപദേശം ഗുരു ശിഷ്യന് കൊടുക്കുമ്പോൾ അത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ശക്തിയാണെന്നും ചൈതന്യമാണെന്നും അത് തന്നെയാണ് നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത്. അതാണ് നീ എന്ന് പറയുന്നത്, ത്വം. അപ്പോ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. ഞാൻ എന്ന ഭാവത്തിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ അറിവിനെ ആണ് ഗുരു പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ശിഷ്യൻ ഇതിങ്ങനെ അനലൈസ് ചെയ്യണം. മനനം ചെയ്യാന്ന് അനലൈസ് ചെയ്യണം. ഇങ്ങനെ അനലൈസ് ചെയ്ത് അപ്പൊ അതൊരു അനലൈസേഷനിൽ നമ്മൾ ഗാഠമായിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് പോകും. ആ പ്രക്രിയയിലാണ് എന്ത് അഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഗുരു നമ്മളോട് പറഞ്ഞത് അത് നീയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനനത്തിലൂടെ നമ്മൾ സാക്ഷാത്കരിച്ചത്, നിധിധ്യാസനത്തിലൂടെ നമുക്ക് ലഭിച്ചതെന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്. അതായത് ഇതിന് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ അതിന് പ്രകാശമായിട്ട്, അതിന് സാക്ഷിയായിട്ട് ഞാനെന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊന്നാണോ അതിനെക്കുറിച്ചാണ് ഗുരു എനിക്ക് പറഞ്ഞു തന്നത് എന്നുള്ള തിരിച്ചറിവാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന് അയാൾ സാക്ഷാത്കരിക്കുന്നത്. ശരിക്കും നിധിധ്യാസനം അതാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഹരിയോ. സ്വാമി, ധ്യാനം എങ്ങനെയാ ചെയ്യുന്നത്? ധ്യാനം പല രീതിയിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ആധ്യാത്മ ലോകത്ത് ഒരുപാട് രീതികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നമ്മുടെ യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മഹർഷി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ആ ഒരു പ്രോസസ്സിലേക്ക് വരണമെങ്കിൽ കുറെ സമയം എടുക്കും. പക്ഷെ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ നിവർന്നിരുന്നിട്ട് നമ്മുടെ ഹൃദയത്തില് ഒരു താമരയെ സങ്കല്പിച്ചുകൊണ്ട് ആ താമരയുടെ നടുക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെയോ
അല്ലെങ്കിൽ ഒരു പ്രകാശത്തെയോ നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മാത്രം മനസ്സിനെ ഏകാഗ്രപ്പെടുത്താം. അത് ശരിക്കും ഒരു ധാരണയാണ്, ധ്യാനമല്ല. പക്ഷെ നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ അത് ഒരു ശരിക്കൊരു ഫ്ലോ ആയിട്ട് വരും. നമുക്ക് എഫർട്ട്ലെസ് ഒരു കോൺസെൻട്രേഷൻ എന്നുള്ള രീതിയിലേക്ക് വരും. നമുക്ക് എഫർട്ട് കൊടുക്കാതെ ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ പ്രകാശത്തിൽ നമ്മുടെ മനസ്സിനെ നിലനിർത്താൻ പറ്റും. അങ്ങനെ നമുക്കൊരു സ്റ്റഡിനെസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ളത്. അതൊരു ധ്യാനമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രീത്തിങ് പ്രോസസ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഇതിൽ നമുക്ക് വേണമെങ്കിൽ മൈൻഡിനെ ഒബ്സർവ് ചെയ്താലും അതൊരു ധ്യാനമാണ്. കണ്ണ് തുറന്നിരുന്നിട്ട് നമുക്ക് ധ്യാനിക്കാം. അവിടെ മനസ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആക്ടിവിറ്റീസിനെ നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പോകാം. അപ്പൊ പല പല മെത്തേഡുകളുണ്ട്. അപ്പൊ നമ്മളുടെ മനസ്സ് എവിടെ നിൽക്കുന്നു, ഏത് തലത്തിലാണ് എന്ന് മനസ്സിലാക്കിയാലേ അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ആയിട്ട് ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കുറച്ചു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഒരുവിധം ഐഡിയ വരും. ഹരി ഓം സ്വാമിജി. ഓം. ഹരി ഓം. നമുക്ക് സമയമായി. അപ്പൊ നമുക്ക് ഇന്നത്തെ അദ്വൈതാമൃതം പൂർണ്ണമാക്കാം. ശാന്തി മന്ത്രം ചൊല്ലിക്കോ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.